ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു മിക്സിയുടെ ജാറിലോട്ട് 2 തക്കാളിയും പിന്നെ ഒരു ക്യാപ്സിക്കവും കൂടെ ചേർത്ത് നമുക്കൊരു പൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാനിലോട്ട് ഒരു 2, 3, 4 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നാണ്. അപ്പോൾ ഈ ഉഴുന്നൊക്കെ ഒന്ന് ബ്രൗൺ കളറിലോട്ട് എത്തണം. അതുവരെയും ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് അങ്ങ് റെഡിയാവും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ദാണ്ട് ഏകദേശം ആ ഒരു കളറിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമൊക്കെ എത്തുമ്പോഴേക്കും ഇനി നമുക്ക് വേറെ കുറച്ച് ഐറ്റംസും കൂടെ ചേർക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. സവാള ഒരു കുഞ്ഞ് സവാള ആയതിൻ്റെ പേരിൽ ഞാൻ ഒരെണ്ണം ഫുൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് അത്യാവശ്യം വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം മാത്രം എടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ സവാള ചേർക്കാനല്ല, കുഞ്ഞുള്ളി ചേർക്കാനാണെങ്കിൽ ഒരു കുഞ്ഞുള്ളി ഒരു 10ഓളം കുഞ്ഞുള്ളി എടുത്താലും മതി. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കിയാൽ മതിയാവും. ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അത്യാവശ്യം വലുതായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞ് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അതിന് മുന്നേ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിയും ക്യാപ്സിക്കവും എല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം. അതുവരെയും ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഇതുപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചാൽ മതിയാവേ. അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മതിയാവും. ഇത് പെട്ടെന്ന് റെഡിയാവും. ഇത് ചേർത്തേക്കും തക്കാളിക്കും ക്യാപ്സിക്കത്തിനും ഒന്നും അധികം വേവില്ലാത്തതാണ്. കണ്ടോ, ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 വട്ടം ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. കാര്യം ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരുന്ന പാകം വരെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയം നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ആ മല്ലിയില ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. ഉപ്പ് എല്ലായിടത്തുനിന്ന് പിടിച്ചു വരുന്നവരെ ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ദാണ്ട ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് കേട്ടോ. ഇതിനി അവിടെ നിന്ന് തണുക്കട്ടെ. ഇപ്പോൾ ദാണ്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആ ഒരു നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ആ വെള്ളം ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ഒരു ചട്നിയാണ് കേട്ടോ. ക്യാപ്സിക്കം ചട്നി, ക്യാപ്സിക്കം തക്കാളി ചട്നിയാണ്. നല്ല ടേസ്റ്റാണ്. ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ. അപ്പം ക്യാപ്സിക്കൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ഇതുപോലൊരു ചട്നിയൊക്കെ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേറൊരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു താളിപ്പൊക്കെ ആവാം. ഓൾറെഡി നമ്മൾ എണ്ണയിൽ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തുകൊണ്ട് ഇനി ഞാൻ എണ്ണ ചേർത്തൊരു താളിപ്പ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ താളിപ്പും കൂടെ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ താളിപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം തക്കാളി ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ദോശയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതും കൂടെ കയറി നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും